ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ട്രാവൽ വ്ളോഗിലോട്ട് സ്വാഗതം. ഇത് നമ്മുടെ ആലങ്കോട് ജംഗ്ഷനാണേ. ഇന്ന് നമ്മൾ ആലങ്കോട് നിന്ന് ചിന്നക്കട വരേക്കാണ് പോകുന്നത് നമ്മുടെ സ്വന്തം ആനവണ്ടിയിൽ. പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ടാണ് കേട്ടോ. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മസ്റ്റായിട്ടും ഈ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങോട്ട് പോകുന്നത്. ബസ്സിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. രാവിലെ 8:30 8 മണി സമയത്തൊക്കെയാണ് ഞാനിപ്പോൾ ബസ്സിൽ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ റോഡിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. എല്ലായിടത്തും ഇടിച്ച് പൊളിച്ചൊക്കെ ഇട്ടേക്കാന്നാണ്. ചെറുതായിട്ട് ട്രാവൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല. നമ്മൾ ഈ ഇത്തിക്കര ഭാഗമായപ്പോഴത്തേക്ക് ഞാൻ സൈഡിൽ ഇങ്ങനെ ഒരു മെഷീനറി ഉണ്ട് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഇത്തിക്കരക്കാരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ സൈഡിലൊരു ചേട്ടൻ നല്ല സുഖം ഉറക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചിന്നക്കട എത്തിയിരിക്കുന്നു. ഇത് നമ്മുടെ ചിന്നക്കട ജംഗ്ഷനാണ്. അപ്പോൾ ഞാൻ പോകുന്ന വഴി കണ്ട കാഴ്ചയാണ് കേട്ടോ. രാവിലെ ചേട്ടന്മാർ വന്നിട്ട് ഫുട്പാത്തിലുള്ള കടകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കുകയാണ്. ഓണക്കാലമൊക്കെ അല്ലേ, അതുകൊണ്ട് പുതിയ കുറേ സാധനങ്ങളും ചെരുപ്പുകളും ഡ്രസ്സുകളും ഒക്കെ അവൈലബിൾ കേട്ടോ അവിടെ. ഞാൻ പിന്നെ നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെയാണ് കേട്ടോ ഞാനെൻ്റെ ലൊക്കേഷനിലേക്ക് പോകുന്നത്. അപ്പോഴാണ് ദാ നിൽക്കുന്നത് നമ്മുടെ കൊല്ലംകാരുടെ സ്വന്തം ക്ലോക്ക് ടവർ. പിന്നെ മറ്റൊരു കാര്യമാണ്, അവിടെ ഒരുപാട് ടീഷർട്ട്സും കാര്യങ്ങളും വില കുറച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. ബംഗാളി ചേട്ടന്മാർ രാവിലെ വന്നിട്ടുണ്ട് എടുക്കാനൊക്കെ ആയിട്ട്. ഞാൻ ഈ ഒരു ബിൽഡിങ്ങിന് ഫ്രണ്ടിൽ കൂടെയാണ് നമ്മുടെ ലൊക്കേഷനിലേക്ക് പോയത്. എനിക്ക് ബിൽഡിങ് ഏതാണെന്ന് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഹോട്ടൽ ചോയ്സ് നിന്നാണ് ഇന്ന് രാവിലത്തെ നമ്മളുടെ വിശപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. നോക്കിയും കണ്ടും പോയില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല, സമയം ശരിയല്ല കേട്ടോ. അപ്പോൾ ഞാനൊരു കോർണറിൽ ഇങ്ങനെ സീറ്റ് പിടിച്ച്, കടയൊക്കെ നല്ല അടിപൊളി നീറ്റാണ് കേട്ടോ. നല്ല ഫുഡുമായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് പൊറോട്ട വിത്ത് മുട്ടക്കറി. അടിപൊളി മുട്ടക്കറി ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ലൊക്കേഷനിലോട്ട് നടക്കുകയാണ്. 9 മണിക്ക് കയറണം. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി. ട്രാക്കിൻ്റെ MVD സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. അകത്തോട്ട് കയറാം. റെസിപ്റ്റൊക്കെ വാങ്ങി കേട്ടോ, പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അവർ നമുക്ക് ഒരു ബോട്ടിൽ വെള്ളം, ഒരു ഗുഡ് ഡേ ബിസ്ക്കറ്റ്, ഒരു പേപ്പർ, ഒരു പേന, ഇത്രയും നന്നായിരുന്നേ. ക്ലാസ് തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതൊരു ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സാറാണ് നമ്മളാ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ സാർ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ചോക്കിങ് വന്നാൽ എന്ത് ചെയ്യണമെന്നാണ് ഇപ്പോൾ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് എയ്ഡായിട്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൽ വന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള നല്ല വെയിലാണ്, ബസ്സൊന്നും വരുന്നില്ല കേട്ടോ. ഞാൻ വീണ്ടും കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ ഫൈനലി ബസ് വന്നു. ബാക്ക് ടു ആറ്റിങ്ങൽ. സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ, 54 രൂപ. ഇത് കൊട്ടിയം ജംഗ്ഷനാണേ. പണി നടക്കുന്നുണ്ട്, നല്ല തിരക്കും പൊടിയും ബഹളവും ഒക്കെയാണ്. റോഡിലൊക്കെ ഫുള്ള് മണ്ണൊക്കെ ഇളക്കിയിട്ട് ഫ്യൂച്ചറിൽ അടിപൊളിയായിരിക്കും റോഡൊക്കെ. നല്ല വർക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി. അപ്പോൾ ഈ വ്ളോഗ് ഇതുവരെ ഉള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ, മസ്റ്റായിട്ട് റിക്വസ്റ്റാണ്. അപ്പോൾ ബൈ.